മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കരുണയുടെയും ഉണ്ണിയുടെയും ക്രൂരതയ്ക്ക് അവർക്ക് നല്ല തിരിച്ചടി തന്നെ കിട്ടുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും കണ്ണൻ മഹാലക്ഷ്മിയോട് എല്ലാ വിവരങ്ങളും പറഞ്ഞു കഴിയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ട നമ്മളിനി എന്ത് ചെയ്യും, എങ്ങനെ നമ്മളുടെ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് പോകുമെന്ന് ചോദിക്കുമ്പം എനിക്ക് ആലോചിച്ചിട്ടൊന്നും മനസ്സിലാവണില്ല മഹി. എന്തായാലും അമ്മ മാറിയെന്ന് തന്നെ എൻ്റെ വിശ്വാസം എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അങ്ങനെ ഉറപ്പിച്ചൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കണ്ണേട്ട. അമ്മ മാറിയതായിട്ട് നമ്മളുടെ മുമ്പിൽ അഭിനയിക്കണയാണോ എന്ന് അറിയില്ലല്ലോ. എന്തായാലും എപ്പോഴും ഒന്ന് കരുതിയിരിക്കണം എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഇപ്പം ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. എനിക്ക് ആകെ വിശ്വാസമുള്ളത് മഹീനെയും അതുപോലെ അനന്തുവിനെയും ലേഹേനെയും മാർക്കോയിനെയും ലോപ്പസിനെയും മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ രണ്ടാനമ്മയെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കണമൊന്നുമില്ല എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, അതേതായാലും നല്ല കാര്യം. കണ്ണേട്ടനെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുകയൊന്നും വേണ്ട. എന്തായാലും ആ കരുണ ഇനി മാറുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവൾക്ക് ഒരു മാറ്റമില്ലല്ലോ. അവളിനി ഈ ജന്മം മാറുമെന്നുള്ള പ്രതീക്ഷയും എനിക്കില്ല. അല്ലെങ്കിൽ തന്നെ തൻ്റെ അമ്മ പറഞ്ഞതല്ലേ അവൾക്ക് അങ്ങനെ മാറാൻ പറ്റില്ല എന്ന്. എന്തായാലും ഇനി അവളുടെ ദേഷ്യം ഒന്നും കൂടി കൂടുകയുള്ളൂ. ഇപ്പം ഉണ്ണിയാണെങ്കിൽ വീൽ ചെയറിലായി. അത് മാത്രമല്ലല്ലോ, കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കണ കണ്ട സ്ഥിതിക്ക് അവൾക്ക് എന്നോടും കുഞ്ഞിനോടുള്ള ശത്രുത കൂടും. കണ്ണേട്ടൻ വീൽ ചെയറിലാണെന്നുള്ള സന്തോഷത്തിൽ അവൾ ഇത്രയും നാളും ജീവിച്ചതെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അത് അവളുടെ നോട്ടത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായതാ. അവൾക്കൊരു അടി കിട്ടിയതുപോലെയായിരുന്നു ഞാൻ നടന്ന് ചെല്ലണം കണ്ടപ്പം. അവളുടെ ഭർത്താവിൻ്റെ കാലൊടിഞ്ഞതൊന്നും അവൾക്ക് പ്രശ്നമല്ലായിരുന്നു. ഞാൻ നടന്നു ചെല്ലണം കണ്ടത് അവൾക്ക് ആകെ ഷോക്കായിപ്പോയത്. എന്തായാലും അവൾ അപ്പോൾ തന്നെ അവളുടെ വീട്ടിലോട്ട് പോയി. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, അതെന്താ കണ്ടിട്ട് അവൾ അങ്ങനെ പോയേ, അപ്പോൾ ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ ആരാ നോക്കണേന്ന് വയ്ക്കുമ്പം അവൾ പോകാനിറങ്ങിയപ്പോൾ അമ്മ ചോദിച്ചതാ. പക്ഷെ അവൾ അതിന് വ്യക്തമായ ഒരു ഉത്തരവൊന്നും തന്നില്ല. അവൾ പോവുകയും ചെയ്തു. ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ ഇനി അമ്മ തന്നെ നോക്കുമായിരിക്കും എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഇനി ആ കരുണ വീട്ടിലോട്ട് തിരികെ വരാതിരിക്കുമെന്ന് വയ്ക്കുമ്പം അവൾ വന്നാലും കുഴപ്പമില്ല വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയും എനിക്ക് നേരെ അവൾ ഇതുപോലെയുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മഞ്ജു കാര്യങ്ങൾ അറിഞ്ഞോ കണ്ണേട്ടാന്ന് വയ്ക്കുമ്പം ഇല്ല, മഞ്ജു ഒന്നും അറിഞ്ഞിട്ടില്ല. മഞ്ജു അറിഞ്ഞ ആ സെക്കൻഡിൽ അവൾ അവിടെ ചെല്ലും വഴക്കുണ്ടാക്കാമെന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും കണ്ണേട്ടൻ മഞ്ജുവിനെ വിളിച്ച് വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമെന്ന്. അങ്ങനെ കണ്ണനാണ് ഈ ഫോൺ എടുത്ത് മഞ്ജുവിനെ വിളിക്കുന്നുണ്ട്. ഇതേ സമയം മഞ്ജു സാഹറും എന്തായാലും ഏടത്തിനെയും കുഞ്ഞിനെയും ഒന്ന് കാണാൻ പോകണം സാഗരേട്ട, കുറച്ച് ദിവസമായി ഏടത്തിനെയും കുഞ്ഞിനെയും കണ്ടിട്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ എടുത്ത് നോക്കിയതും മഞ്ജു പറയുന്നുണ്ട്, കണ്ണേട്ടനെ അല്ല വിളിക്കണേ. എന്നിട്ട് മഞ്ജു ഫോൺ എടുത്തിട്ട്, എന്താ ഏട്ടാ, ഏട്ടനിപ്പോൾ എവിടെയാണ്, ഏടത്തിയുടെ അടുത്താണെന്ന് ചോദിക്കുമ്പം ഞാനിപ്പോൾ മഹിയുടെ അടുത്തുണ്ട് മഞ്ജു, ഞാൻ നിന്നിപ്പോൾ വിളിച്ചത് വേറൊരു കാര്യം പറയാനാന്ന് പറഞ്ഞു. എന്ത് കാര്യമായിട്ടാന്ന് ചോദിച്ചതും ഇന്നലെ എനിക്കെതിരെ ഒരു കൊലപാതക ശ്രമം ഉണ്ടായി എന്ന് പറയുന്നു. അന്നേരം മഞ്ജു ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ, ഏട്ടൻ എന്താ പറയണേ, ഏട്ടനെ കൊല്ലാൻ നോക്കിയെന്നോ, ആരാ കൊല്ലാൻ നോക്കി, എന്നിട്ട് ഏട്ടനെ എന്തെങ്കിലും പറ്റിയോ ഏട്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലടി എനിക്കൊന്നും പറ്റിയില്ല, പിന്നെ ആരാ ഏട്ടനെ കൊല്ലാൻ നോക്കിയെന്ന് പറയുമ്പോൾ വേറെ ആരുമല്ല നിൻ്റെ ആങ്ങളെയല്ലേ ഉണ്ണി, അവൻ തന്നെയാന്ന് പറയുന്നു. അയാളെ എങ്ങനെ ഏട്ടനെ കൊല്ലാൻ നോക്കിയെന്ന് ചോദിച്ചതും കണ്ണനാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം മഞ്ജുവിനോട് പറയുന്നുണ്ട്. അത് കേട്ടതും മഞ്ജുവിന് നല്ലോണം ദേഷ്യം വന്നിട്ട് മഞ്ജു ചോദിക്കുന്നുണ്ട്, എന്നിട്ട് കണ്ണേട്ടൻ അയാളെയും അവളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ, ആ നിമിഷം തന്നെ അവരെ ഇറക്കി വിടണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം ഞാൻ അപ്പോൾ ഒന്നും ചെയ്തില്ല, എന്തായാലും അവരുടെ കാര്യത്തിൽ ഞാൻ അധികം വൈകാതെ തന്നെ ഒരു തീരുമാനം എടുക്കുമെന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട്, ഇനി എന്തിനാ കണ്ണേട്ട വൈകിപ്പിക്കണേ, എന്തായാലും ഏടത്തെയും കുഞ്ഞും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഏടത്തിനെയും കുഞ്ഞിനെയും കൊല്ലാനും അവർ ശ്രമിക്കും. ഇപ്പോൾ കണ്ണേട്ടൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. ആ സമയത്ത് ഏടത്തെയും കുഞ്ഞും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അത് തന്നെ ഇവിടെ അനന്തു ലേഹയും പറയണേ. ഇനിയിപ്പോൾ ഈ ഒരു സംഭവം കൂടെ ഉണ്ടായതുകൊണ്ട് അനന്തു ലേഹയും മഹിയും കുഞ്ഞിനെ ഇനി എൻ്റെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് വിടില്ല എന്നാണ് പറഞ്ഞേക്കണേന്ന് പറയുമ്പം മഞ്ജു പറയുന്നുണ്ട്, അവരുടെ തീരുമാനം ശരിയായി കണ്ണേട്ട, അനന്തുവേട്ടൻ പറയണ പോലെ തന്നെ ഏടത്തിയും കുഞ്ഞും അവിടെ തന്നെ നിൽക്കട്ടെ, പിന്നെ ഏട്ടനും വേണമെങ്കിൽ അവിടെ താമസിക്കാമല്ലോ എന്ന് പറയുമ്പം അതെങ്ങനെയാണ് മോളെ ശരിയാവണേ, കമലേശ്വരം തറവാട് എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചുകൊണ്ടിരുന്ന വീടല്ലേ, ഞാൻ അവിടെ നിന്ന് എങ്ങനെ ഇറങ്ങണേന്ന് ചോദിക്കുമ്പം കണ്ണേട്ടൻ അവിടെ നിന്ന് ഇറങ്ങണം എന്നല്ല ഞാൻ പറഞ്ഞ, ആ ക്ഷുദ്രജീവികളെയൊക്കെ അവിടെ നിന്ന് അടിച്ചിറക്കണവരെയും ഏടത്തിയും കുഞ്ഞിനെയും ഒരു കാരണവശാലും നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോകരുത് കണ്ണേട്ട. അമ്മ മാറിയതായിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിലും ശരിക്കും അമ്മയുടെയും കൂടി സമ്മതത്തോടു കൂടിയായിരിക്കും ഈ ഉണ്ണിയേട്ടൻ ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പം ഇല്ലടി, കേസിൽ അമ്മ നിരപരാധിയാന്ന് പറയണം. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, എന്തായാലും ഞാൻ അയാളെയും അവരെയും കാണാനായിട്ടൊന്ന് അങ്ങോട്ട് വരെ പോകുന്നുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയാണെങ്കിൽ തിരിച്ചു വരാണ്. തിരിച്ചു വന്നതും കരുണ ഭയങ്കര നിരാശയോടുകൂടി തന്നെയാണ് തിരിച്ചു വരുന്നത്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ, പോയിട്ട് നീ പ്രതാപനെ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ ഞാൻ അച്ഛനെ കണ്ടു, അപ്പം നീ വാമനെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അയാളെ ഒന്നും കാണാൻ പോയില്ല, അച്ഛനെ മാത്രമേ കണ്ടുള്ളൂ. എന്നിട്ട് പ്രതാപൻ എന്താ മോളെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയണത് കുറച്ച് നാൾ എന്നോട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനാ, എന്തായാലും എനിക്ക് പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ നോക്കും, എന്നിട്ടും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെയും അവളുടെ കുഞ്ഞിനെയും കൊല്ലുമെന്ന്. അത് കേട്ടതും ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മോളെ
തൽക്കാലം മോൾ ആ ചിന്തയൊക്കെ കളഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കുക. അല്ലെങ്കിൽ തന്നെ ആ ഉണ്ണി വെറും മണ്ണുണ്ണിയാണ്. ഇനിയിപ്പോൾ കണ്ണൻ്റെ സഹായം ഇല്ലാതെ അവനക്ക് ജീവിക്കാനും പറ്റില്ല. ഇപ്പോഴാണെങ്കിൽ അവൻ വീൽ ചെയറിലുമായി. എന്തായാലും ദുർഗ മാറിയല്ലോ, അതുപോലെ തന്നെ മോളും മാറിയതായിട്ട് നല്ലോണം അങ്ങോട്ട് അഭിനയിക്കും. മോളെ കണ്ണനോടും മഹാലക്ഷ്മിയോടും സ്നേഹമുള്ളതുപോലെ അഭിനയിച്ച് നിൽക്കുമെന്ന് പറയുമ്പം എത്ര അഭിനയിച്ച് നിന്നാലും ചില സമയത്ത് എൻ്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തു വരും മുത്തശ്ശി. നിങ്ങൾ എന്നെ അങ്ങനെയല്ലേ വളർത്തിയത്, അതുകൊണ്ട് എനിക്ക് ഒരിക്കലും നല്ലതാവാനൊന്നും പറ്റില്ല. എന്തായാലും ഞാൻ ശ്രമിച്ചു നോക്കാം. പിന്നെ എൻ്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തു വരുമ്പം ഞാൻ ആ മഹിയേയും കുഞ്ഞിനെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, മോളെ ഇപ്പം നമുക്ക് തിരിച്ചടിയുടെ കാലമാണ്. എന്തായാലും കുറച്ച് നാൾ നമ്മൾ ക്ഷമയോടുകൂടി നിൽക്കണം. ആ സമയം ഈ കടന പറയുന്നുണ്ട്, നമുക്ക് എന്നാ തിരിച്ചടി കിട്ടാതിരുന്നേക്കണം. മഹാലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞതോടുകൂടി മഹാലക്ഷ്മിയുടെ സമയം തെളിഞ്ഞു. അതോടുകൂടി എൻ്റെ സമയം മോശമായത്. പിന്നീട് എനിക്ക് തിരിച്ചടി മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, കമലേശ്വരത്ത് പൂജാമുറിയിൽ ഇരിക്കുന്ന ആ ഒരു അയ്യപ്പ വിഗ്രഹമില്ലേ, അതാ എല്ലാത്തിനും കാരണം. അതിനെ നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എടുത്ത് കളയണമെന്ന് പറയുമ്പം ഇതിനു മുമ്പ് ഞാൻ 2 പ്രാവശ്യം എടുത്ത് കളഞ്ഞതല്ലേ മുത്തശ്ശി. ഒരിക്കൽ ഞാനും ഉണ്ണിയേട്ടനും ചേർന്ന് ആ വിഗ്രഹം പുഴയെ കൊണ്ടേ ഒഴുക്കി. അതിനുശേഷം രണ്ടാമത് അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കയ്യിൽ ആ വിഗ്രഹം തന്നു വിട്ടില്ലേ, അന്ന് എന്താ സംഭവിച്ചതെന്ന് മുത്തശ്ശിക്ക് അറിയാലോ എന്ന് പറയുമ്പോൾ അത് മോള് പറഞ്ഞത് നേരെ, ആ അയ്യപ്പ വിഗ്രഹം എടുത്ത് കളഞ്ഞാലും പ്രശ്നമാവുന്ന. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജു ആണെങ്കിൽ കമലേശ്വരത്തേക്ക് വരാണ്. മഞ്ജുവിനെ കണ്ടതും ദുർഗ വലിയ സ്നേഹത്തോടു കൂടി മോളേന്ന് വിളിച്ച് വരുമ്പോൾ, മോളോ ആരുടെ മോള്, നിങ്ങൾ എന്നെ അങ്ങനെയൊന്നും വിളിക്കണ്ട, നിങ്ങളും നിങ്ങളുടെ മോനും കൂടെ ചേർന്ന് കണ്ണേട്ടനെ കൊല്ലാൻ നോക്കിയില്ലേ എന്ന് ചോദിക്കണം. അന്നേരം ദുർഗ പറയുന്നുണ്ട്, ഇല്ല മോളെ എനിക്കതിലൊരു മനസ്സറിവും ഇല്ല എന്ന് പറയുമ്പം ഇതൊക്കെ നിങ്ങളുടെ അഭിനയം, അതൊക്കെ എനിക്കറിയാം. കണ്ണേട്ടന് ഇത് വിശ്വസിക്കുമായിരിക്കും, പക്ഷെ ഞാനിത് വിശ്വസിക്കുകയൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ അഭിനയമൊക്കെ ഒരുപാട് കണ്ടേക്കണേ അല്ലേന്ന്. അന്നേരം ദുർഗ പറയുന്നുണ്ട്, നിന്നെ വിശ്വസിപ്പിക്കാനൊന്നും ഞാൻ ശ്രമിക്കണില്ല മോളെ. നിനക്ക് എന്തെങ്കിലും എന്നെ വിശ്വാസമാവുകയാണെങ്കിൽ അപ്പം നീ വിശ്വസിച്ചാൽ മതി. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഉണ്ണി കണ്ണനെ കൊല്ലാൻ ശ്രമിച്ചതൊന്നും എൻ്റെ അറിവോട് കൂടിയല്ല. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു എന്ന് പറയുമ്പം, പിന്നെ ഈ വീട്ടിൽ നടക്കുന്ന കാര്യം അമ്മ അറിയാതെ എങ്ങനെയാണ് സംഭവിക്കണേന്ന് ചോദിക്കുമ്പം, ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് അവർ ആ ഗുണ്ടകളെ വിളിച്ച് AC ഉള്ളിൽ വിഷവാതകം നിറച്ചത് അത് കരുണയ്ക്ക് അറിയായിരുന്നു എന്ന് പറയുമ്പം, എന്നിട്ടിപ്പോൾ അവളിവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പം അവളുടെ മുത്തശ്ശീനെ കാണാൻ പോയേക്കുക. അതേതായാലും നന്നായി, ഇല്ലെങ്കിൽ ഇപ്പോൾ അവൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കൂട്ടിയേനെ. എന്തായാലും ഞാൻ അയാളെ ഒന്ന് കാണട്ടെ, അയാൾ എവിടെയാണെന്ന് ചോദിക്കുമ്പം അവൻ റൂമിലുണ്ടെന്ന് പറയണു. അങ്ങനെ മഞ്ജു ആണെങ്കിൽ ഉണ്ണി കിടക്കുന്ന റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് കാലും പ്ലാസ്റ്റർ ഇട്ടിങ്ങനെ ഇരിക്കണ ഉണ്ണീനെ കാണുമ്പം മഞ്ജു ചോദിക്കുന്നുണ്ട്, നീ ഒരു മനുഷ്യനാണോടാ? എത്ര പ്രാവശ്യം നീ കണ്ണേട്ടനെ എടുത്തേയും കൊല്ലാൻ നോക്കി, അതിൽ നിന്നൊക്കെ അവർ രക്ഷപ്പെട്ടിട്ടും നിന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ല, എന്നിട്ട് വീണ്ടും നീ കണ്ണേട്ടനെ കൊല്ലാൻ നോക്കുമല്ലേടാ. ഇപ്പോഴാണെങ്കിൽ സ്വന്തം അച്ഛനെ കൊന്ന കുറ്റത്തിന് ആ പ്രതാപനും ആ വാമദേവനും ജയിലില്ല, എന്നിട്ടും നീ നിൻ്റെ സ്വഭാവം ഉപേക്ഷിച്ചില്ലല്ലോടാ. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ അയാളെ ഇനിയും കൊല്ലാൻ നോക്കുന്നു. അന്നേരം മഞ്ജു ദേഷ്യത്തോട് കൂടി ചെന്ന് ഉണ്ണിയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ കണ്ണേട്ടനെ ഇനിയും കൊല്ലാൻ നോക്കൂടാ, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, നീ ഇനി ജീവിച്ചിരിക്കണ്ടാന്നൊക്കെ പറഞ്ഞ് കഴുത്തി പിടിച്ച് ഞെക്കിയതും ഉണ്ണിയാണെങ്കിൽ വിട് നീ എന്നെ ഈ കാണിക്കണം, എന്നെ വിടുന്നും പറഞ്ഞ് ഒച്ച ഉയർത്തുന്നുണ്ടെങ്കിലും ഈ മഞ്ജു ആണെങ്കിൽ കഴുത്തി പിടിച്ചിങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദുർഗ അങ്ങോട്ട് വന്നിട്ട്, മോളെ നീ എന്താ കാണിക്കണേ, അങ്ങനെ ഞെക്കി അവൻ ചത്തു പോകുമെന്ന് പറയുമ്പം, ഇയാൾ ചാവട്ടെ അമ്മേ, ഇയാൾ എന്തിനാ ഇങ്ങനെ ജീവിക്കണേ, ഇയാളും നിങ്ങളും ശരിയാ, നിങ്ങളുടെ സപ്പോർട്ടോടു കൂടി ഇയാൾ ഇതൊക്കെ ചെയ്തതെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് മഞ്ജു നല്ലോണം ദേഷ്യപ്പെടുമ്പം ദുർഗ പറയുന്നുണ്ട്, ഇല്ല മോളെ, ഇവൻ എന്നോട് പറയാതെ ഇത് ചെയ്തത്, ഇനി ഒരിക്കലും കണ്ണനും മഹാലക്ഷ്മിക്കും എതിരായിട്ട് ഞാൻ നിൽക്കൂല, എന്തായാലും ഇവനെ ഇനി കണ്ണനിവിടെ താമസിപ്പിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അതിന് കണ്ണേട്ടൻ സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കൂല, ഇയാളെയും ഇയാളുടെ ഭാര്യേനെയും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കാൻ ഞാൻ കണ്ണേട്ടനോട് പറയുന്നു. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, എന്നെ ഇവിടുന്ന് പുറത്താക്കിയാലും പ്രശ്നമില്ല, എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയാൽ ഞാൻ ഇനിയും അയാളെ കൊല്ലാൻ നോക്കുന്നു. അന്നേരം മഞ്ജു പറയുന്നുണ്ട്, ഇനി നീ ആ കണ്ണേട്ടനെ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നിൻ്റെ ഒരു കാലേ മാർക്കും എടുത്തിട്ടുള്ളൂ, നിൻ്റെ 2 കാലും കൈയും വേണേൽ തലയും മാർക്കും എടുക്കും, അതുകൊണ്ട് നീ സൂക്ഷിച്ച് നടന്നോ, കണ്ണേട്ടനെ ആയതുകൊണ്ടാണ് നിന്നെ ഇപ്പോഴും ഇവിടെ വെച്ച് പൊറപ്പിക്കണേന്ന് പറയുമ്പം ഈ ഉണ്ണിയൊന്നും പറയണില്ല. എന്നിട്ട് മഞ്ജു ചോദിക്കുന്നുണ്ട്, അതെന്തേ നിൻ്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ച് പോയേ, കാലൊടിഞ്ഞിരിക്കുന്ന ഭർത്താവിനെ നോക്കാനുള്ളതിന് അവളുടെ മുത്തശ്ശീനെ കാണാൻ പോയേക്കും അല്ലേ, ഇനിയിപ്പം മുത്തശ്ശിയുടെ ഉപദേശം കേട്ട് അടുത്ത കൊലപാതകം നടത്താനായിരിക്കും എന്ന് പറയുമ്പോൾ ഈ ഉണ്ണിയാണെങ്കിൽ ഒന്നും മിണ്ടണില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജു താഴേക്ക് ഇറങ്ങി വരുമ്പം ദുർഗ മഞ്ജുവിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ ഭക്ഷണമൊന്നും വേണ്ട, നിങ്ങളുടെ ഭക്ഷണം വിശ്വസിച്ച് കഴിക്കാനും പറ്റില്ല, എൻ്റെ കുഞ്ഞിനെ കളയാനാണോ നിങ്ങളിത് തന്നെയെന്ന് അറിയില്ലല്ലോ, എന്തായാലും നിങ്ങളുടെ ഉദ്ദേശമൊക്കെ മനസ്സിൽ വെച്ചാൽ മതി, ഞാൻ കണ്ണേട്ടൻ വന്ന് കണ്ണേട്ടനെ കണ്ടിട്ട് ഇപ്പം തന്നെ പോകുന്നു. ആ സമയത്ത് ദുർഗയാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടത്തോടുകൂടി നിൽക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ സങ്കടമൊക്കെ അഭിനയമാണെന്ന് എനിക്കറിയാം, നിങ്ങളെ ഞാൻ ചെറുതിലേ മുതൽ കാണുന്നതല്ലേ, കണ്ണേട്ടന്
മരുന്നിൽ വിഷം ചേർത്ത് കൊടുത്ത് കണ്ണേട്ടനെ വീൽചെയറിൽ തന്നെ ആക്കിയ ആളല്ലേ നിങ്ങളെന്ന് ചോദിക്കുമ്പം അതൊക്കെ കഴിഞ്ഞു പോയില്ലേ മോളെ, ഇപ്പോൾ കണ്ണന് കുഴപ്പമൊന്നുമില്ലല്ലോ, കണ്ണൻ എഴുന്നേറ്റ് നടന്നല്ലോ എന്ന് പറയുമ്പം അത് ഏടത്തിയുടെ ഒരാളുടെ ഗുണം കൊണ്ടാണ്. ഏടത്തി കണ്ണേട്ടൻ്റെ കൂടെ തന്നെ നിന്നതുകൊണ്ടാണ് കണ്ണേട്ടനിപ്പോൾ മാറ്റം ഉണ്ടായതും കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നതും. എന്തായാലും അമ്മയുടെ മോനും മരുമോളും അത് കണ്ടതോടുകൂടി അവർക്കത് സഹിക്കണ്ടാവില്ലല്ലോ എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് അതവർക്ക് സഹിക്കണമൊന്നുമില്ല, പക്ഷേ എനിക്കത് കണ്ടിട്ട് സന്തോഷമേ തോന്നിയുള്ളൂ എന്ന് പറയുമ്പം അതൊക്കെ അമ്മയുടെ വെറും അഭിനയം അല്ലേ എന്ന് ചോദിച്ച് വീണ്ടും മഞ്ജു ദുർഗയെ പരിഹസിക്കുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കരുണ അങ്ങോട്ട് വരുന്നുണ്ട്. കരുണയാണെങ്കിൽ സിറ്റ് ഔട്ടിലെത്തിയതും അകത്തുനിന്ന് മഞ്ജുവിൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ ഭയത്തോടു കൂടിയാണ് അവിടെ നിൽക്കണത്. എന്നിട്ട് പതിയെ പതിയെ അകത്തേക്ക് കയറി വരുമ്പം മഞ്ജു അവളെ കാണുന്നുണ്ട്. മഞ്ജു കരുണേനെ കണ്ടത് നീ വന്നോടി, നിന്നെ ഞാൻ കാത്തു നിൽക്കുമായിരുന്നു, ഞാൻ വന്നപ്പോൾ തന്നെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ കാരണം പോകും ഞാൻ, എന്തായാലും ഇനി നിന്നെ ഇവിടെ കയറ്റാൻ പറ്റില്ല, നീ ഇപ്പോൾ വന്ന എന്തിനാടി, നിൻ്റെ മുത്തശ്ശിയുടെ ഉപദേശവും സ്വീകരിച്ച് എൻ്റെ കണ്ണേട്ടനെ വീണ്ടും കൊല്ലാൻ വേണ്ടിയാണ് കൂടി വന്നതെന്ന് ചോദിക്കുമ്പം ഇല്ല മഞ്ജു, ഞാൻ അതിനൊന്നും അല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം നീ ചെയ്യാഞ്ഞിട്ടാണോടി നിൻ്റെ കെട്ടുവൻ ഗുണ്ടകളെ വരുത്തി AC വിഷം നിറയ്ക്കുമ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേടി, എന്നിട്ട് നീ അത് എതിർത്തോ എന്ന് ചോദിക്കുമ്പം ഉണ്ണിയേട്ടൻ ചെയ്തതിന് ഞാൻ എതിർത്തുമില്ല സമ്മതിച്ചുമില്ല, ഞാനൊന്നും മിണ്ടിയില്ലാന്നുള്ളൂ, എല്ലാം ചെയ്തു കൂട്ടിയത് നിൻ്റെ ആങ്ങളെ തന്നെയാന്ന് പറയുമ്പം നീ ആൾ കൊള്ളാലോടി, എല്ലാത്തിനും കൂട്ടി നിന്നിട്ട് ഇപ്പം ഉണ്ണീനെ മാത്രം കുറ്റം പറയണമെന്ന് ദുർഗ ചോദിച്ചതും കരുണയാണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയാതെ അകത്തേക്ക് കയറി പോകാൻ ഒരുങ്ങിയതും മഞ്ജു ചോദിക്കുന്നുണ്ട് നീ എങ്ങോട്ടാടി കയറണേന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ണിയേട്ടൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞതും മഞ്ജു പറയുന്നുണ്ട് ഇനി നീ വീട്ടിലേക്ക് കയറാൻ ഒക്കൂല, അതിന് ഞാൻ സമ്മതിക്കൂല, എന്തായാലും നീ ഇപ്പോൾ വന്നോടത്തേക്ക് തന്നെ തിരിച്ചു പോയിക്കോ എന്ന് പറയണു. അങ്ങനെ പറയുമ്പം കരുണയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് നീ അങ്ങനെ കരഞ്ഞ് അഭിനയിക്കുമൊന്നും വേണ്ടടി, നിൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു കൊലയാളിയുണ്ട്, ഇപ്പം തന്നെ നീ തിരിച്ചു വന്നിരിക്കുന്നത് ഇനി ഏടത്തെയും കുഞ്ഞും വരുമ്പോൾ അവരെ കൊല്ലണമെന്ന് മനസ്സിൽ തീരുമാനിച്ചിട്ടായിരിക്കും, നിന്നെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ലടി, അതുകൊണ്ട് നിന്നെ ഈ വീട്ടിലേക്ക് കയറ്റാൻ ഞാനിനി അനുവദിക്കൂലെന്ന് അങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കണ്ണനെ അങ്ങോട്ട് വരുന്നുണ്ട്. കണ്ണനെ കണ്ടതും മഞ്ജു സന്തോഷത്തോടു കൂടി ഓടി ചെന്നിട്ട് കണ്ണേട്ടന് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ, നിലവിൽ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, മാർക്കോയും ലോപ്പസും വന്നതുകൊണ്ട് ഞാനിപ്പോൾ ജീവനോടെ ഉള്ളത്, ഇല്ലെങ്കിൽ നിനക്ക് എന്നെ ജീവനോടെ കാണാൻ പറ്റില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഈ മഞ്ജു ആണെങ്കിൽ ദേഷ്യത്തോടു കൂടി കരുണയെ നോക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട് ഏട്ടാ ഇനി എന്തിനാ അയാളെയും ഇവളെയും ഈ വീട്ടിൽ താമസിപ്പിക്കണം, ഈ നിമിഷം രണ്ടെണ്ണത്തിനെ ഇവിടുന്ന് അടിച്ചിറക്കി വിട ഏട്ടാന്ന് പറഞ്ഞതും കണ്ണൻ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് വന്നേക്കണേത്. അത് കേട്ടതും കരുണയാണെങ്കിൽ പേടിയോടുകൂടി ഇങ്ങനെ കണ്ണൻ്റെ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും അധികം വൈകാതെ തന്നെ ഉണ്ണിയെയും കരുണേനെയും കണ്ണനും മഞ്ജുവും കൂടെ കൂടി കമലേശ്വരത്ത് നിന്ന് ഇറക്കി വിടുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ കരുണയുടെ ദുഷ്ടത്തരത്തിനുള്ള നല്ല തിരിച്ചടി തന്നെയാണ് കേട്ടോ മഞ്ജുവൊക്കെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.